Good morning, sir. Good morning, everybody. How are you? We are fine, sir. ഇക്കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. ശരിക്കും ചെത്താൻ കണക്കാക്കിയാണല്ലോ പുറപ്പാട്. Excuse me, sir. ഫസ്റ്റ് ഡിഗ്രി ക്ലാസ്സുകൾ എപ്പോഴാ തുടങ്ങുന്നത്? മനസ്സിലായി, ജൂലൈ 5. താങ്ക് യു, സർ. Hey, all the best. താങ്ക്സ്. ഓക്കെ, പ്രിയ സഹപാഠികളെ, പാടികളെ, ഈ കലാലയത്തിന്റെ രോമാഞ്ചങ്ങളെ, മാഞ്ചങ്ങളെ, കാതലന്മാരെ, കാലനികളെ, നവാഗതർക്ക് സ്വാഗതമരുളുന്ന ഈ വേളയിൽ ഒരു ദുഃഖസത്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഇന്നലെ വരെ നമ്മോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്നിരുന്ന നമ്മുടെ ഒരു പ്രിയ സ്നേഹിതൻ ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് ജനറൽ ആശുപത്രിയിലെ ജനശൂന്യമായ ജനറൽ വാർഡിലെ 16 നമ്പർ ബെഡിൽ വിശ്രമിക്കുകയാണ്. അല്ലല്ല, കിടക്കുകയാണ്. നിന്റെ വാപ്പ കുഞ്ഞിപ്പോക്കറി ഇത്തിരി സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് 2 പെഗടിക്കാനുള്ള 4 കാശുമാക്കാൻ നോക്കണ കോക്കാനെ. പ്രിയ സഹോദരങ്ങളെ, ആശുപത്രി കിടക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രിയ സഹോദരന്റെ വിലപ്പെട്ട ജീവൻ നമ്മളൊക്കെ കൂടി രക്ഷിച്ചല്ലേ പറ്റൂ. ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയി. നല്ല പോളിംഗ് ആണല്ലോ. പോളിങ്ങിനെ പറ്റി സംസാരിക്കാൻ അല്ല, ശേഷിയില്ലാത്ത സുപ്രു ശേഷി കൂട്ട 50 രൂപ വരോ? അത് വേണ്ട. ലോക ബാങ്കിനോട് കുറെ കാശ് കടം ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടും. എന്താ അത്യാവശ്യം കുറെ ഞങ്ങൾ ചിരക്കാൻ നിൽക്കില്ല, കാശിട്ട് പോടാ. ചില്ലറ ഇല്ലല്ലോ ചേട്ടാ. ചില്ലറ വാങ്ങാൻ ഞങ്ങൾ എന്താ തെണ്ടി കാണോടാ? തെണ്ടി കാശിട്ട് പോടാ. നോട്ടാണേലും ഈ ഹോട്ടലിലൂടെ അങ്ങ് വീണോളും. ഇട്ടിട്ട് പോടാ. 50 ആണോ അതോ 100 ആണോ? ഇനിയിപ്പൊ ഗാന്ധിത്തരയാണെങ്കിലും ഞങ്ങൾ മാറ്റിത്തരാം. എന്നാ ഇനി ചേട്ടൻ ചെല്ലേ. പോ. അല്ല ചേട്ടാ, ബാക്കി കാശ് അവിടെ ബാക്കി കാശ് ബാക്കിലും ഇല്ല, ഫ്രണ്ടിലും ഇല്ല കാശ്. പോടാ. ട്രാൻസ്പോർട്ട് ബസ്സിലോ ട്രിപ്പ് പോയെന്ന് പോടാ. കാശ് വീട്ടിലിരുന്നാലും ഭിക്ഷക്കാരുടെ ശല്യം, കോളേജിൽ വന്നാലും ഭിക്ഷക്കാരുടെ ശല്യം. എന്താ പറഞ്ഞേ? പറഞ്ഞപ്പോഴെന്താ കാത് പൊത്തിയിരുന്നോ? കൊച്ചുമക്കളെ അതിന് കളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു വാലിന്റെ കുറവല്ലോ. എല്ലാരും അതെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയുന്നത് പാവം ശോഭനയാ. അതിനവൾ ഐ ലവ് യു നല്ലല്ലോ പറഞ്ഞത്. ആരും കണ്ടില്ല കേട്ടില്ല. വായില്ലാത്ത വെട്ടുകത്തിയാണ് അവളുടെ നാവെന്ന് നിനക്ക് പണ്ടേ അറിഞ്ഞൂടെ? അവ കൊള്ളനെ വെച്ചിട്ടുണ്ട്. മൂക്കോണ്ട് ദീക്ഷ വരപ്പിക്കും അവള് തന്നെ. നിന്റെ ഈ ടെൻഷൻ മാറാൻ നമുക്ക് ഒരു സ്മോൾ അടിച്ച് പിരിയാം. 100 ഒരു പച്ച കിടപ്പില്ലേ പോക്കറ്റിൽ, അതിങ്ങെടുക്ക്. അയ്യോ, പൈസ പോയി. പൈസ നീ എത്തോടാ? ഞാനോ? അനാവശ്യം പറയരുത്. കാശടിച്ച് മാറ്റിയിട്ട് എനിക്കിട്ട് പണിയുന്ന സത്യം. കാശോടെ തെണ്ട മാത്രം പഠിച്ചാ പോരാ, തൊണ്ടി സൂക്ഷിക്കാനും പഠിക്കണം. ഇനി തെരഞ്ഞു ബുദ്ധിമുട്ടണ്ട. കാശോടെ പോയെന്ന് എനിക്കറിയാം. എവിടെ? സുപ്രു എങ്ങോട്ടാ പോയത്? കണ്ണു മൂക്കില്ലാതെ വാണം വിട്ടവല്ലോ എങ്ങോട്ടാടാ? പിന്നെ നമ്മുടെ സുബൈറും ശോഭനും ചിത്തും കൂടി കയറ്റിക്കണം. ഭയങ്കര പൂട്ടി. കാര്യം എന്താ? കാര്യം തരാ 100 രൂപയുടെ പ്രശ്നം. സീരിയസ് ആണോടാ? ഇപ്പൊ സീരിയസാ. എങ്കിൽ വാടാ. അയ്യോ ഞാനില്ല. ഞാൻ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വെച്ച ആകെ പ്രശ്നവും. എന്ത് പ്രശ്നം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എടാ കളി എന്റെ അടുത്ത് വേണ്ട. എന്തോ തലയുടെ ഒപ്പിച്ചുണ്ടല്ലോ എന്റെ വരവ്. വാടാ. ആഹാ, പ്രശ്നക്കാരനായ 100 രൂപ ഇവനാണല്ലേ കള്ളൻ. കാശിങ്ങടാ. ഇതൊരു അത്യാവശ്യം. ഒന്ന് വേഗം മാറാ. എടാ ഇത് ആ പൊടി സ്വാമി. അതൊക്കെ നിങ്ങൾ എന്ത് പണ്ടത്തര കാണിച്ചത്? എന്താടാ? സിബിക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ട്. ജിത്തു എങ്ങനെ അറിഞ്ഞാൽ? അറിഞ്ഞാലെന്താ? അവനെന്നെ കൊല്ലും. ഒട്ടും നീ പേടിക്കണ്ടാ, ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. ഹലോ, ഹൗ ആർ യു മാഡം? വെരി ഫൈൻ ഇടവും. വണ്ടിയിൽ ഒരാൾ കൂടി കയറാനുള്ള സ്ഥലമുണ്ട്, പോരുന്നോ? എന്റെ കാലിൽ അടി തരാൻ പറ്റിയ ചെരുപ്പുണ്ട്, കൊള്ളുന്നോ? സ്മാർട്ട്നെസ് കൊള്ളാം, ഓവർ സ്മാർട്ട് ആവണ്ട. കളിക്കുന്നത് ലോ കോളേജിലെ പിള്ളേർക്ക് ഇഷ്ടമാണ്, പക്ഷെ കളിച്ച് ജയിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കാറില്ല. പിടിയടാ ആളെ.
കുറ്റവാളികളെ ശിക്ഷിക്കാൻ നിനക്കൊക്കെ 5 വർഷം നിയമം പഠിക്കണം. പക്ഷെ ഞങ്ങൾക്ക് വെറും 5 നിമിഷം മതി. മൈൻഡ് ഇറ്റ്. ഓടിച്ചു നുറുക്കിയ കാലുകളുടെ എണ്ണം 27, ചതച്ചരച്ച കൈകളുടെ എണ്ണം 39. അയ്യോ സർ, ഈ കണക്ക് പച്ച കള്ളമാണ്. നമ്മുടെ ക്യാമ്പസിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയവരെ മാത്രമേ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളൂ. ഉപദ്രവിക്കപ്പെട്ട ആളുകളുടെ എണ്ണമല്ല പറഞ്ഞത്, നിഷ്കരണം ആക്രമിക്കപ്പെട്ട ഒരു പറ്റം ബെഞ്ചുകളുടെയും ഡെസ്കുകളുടെയും കണക്കാണ് പറഞ്ഞത്. അതിന് നഷ്ടപരിഹാരമായി 17,367 രൂപയും ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്നവരുടെ ചികിത്സാ ചെലവും കൊടുത്തുകൊള്ളാമെന്ന കരാറിലാണ് നിങ്ങളുടെ ഈ ഭൂമേനിക്ക് പരിക്കേൽപ്പിക്കാതെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നത്. അതിനുള്ള പണം നിങ്ങൾ നാളെ തന്നെ ഓഫീസിൽ എത്തിക്കണം. ഇതെന്തൊരു അനീതിയാണ് സാർ. ലോ കോളേജിലെ തെമ്മാടികൾ നമ്മുടെ സ്റ്റുഡൻസിനെ ആക്രമിച്ചപ്പോൾ അവരുടെ മാനം കാത്തുരക്ഷിച്ചത് ഞങ്ങളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ. ഇങ്ങനെ ഒരു ധീരകൃത്യം ചെയ്തതിന് അനുമോദിക്കേണ്ടതിന് പകരം സ്നേഹസമ്പന്നനും നീതിഷ്ഠനുമായ സാറ് മണിയടി വേണ്ട, അതിൽ പിഴയുണ്ട്. കഷ്ടമാണ് സാർ. അക്രമവും അനീതിയും കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ നീതിയും നിയമവും നടപ്പാക്കാൻ നീക്ക് ആരാണ് മജിസ്ട്രേട്ടോ? നാളെ തന്നെ ഓഫീസിൽ പണം എത്തിച്ചാൽ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കാം അല്ലേ സാർ? പണം എത്തിച്ചില്ലെങ്കിലോ 15 ദിവസത്തേക്ക് ക്ലാസ്സിൽ കയറ്റുന്ന പ്രശ്നമില്ല അല്ലേ സാർ? അപ്പോ 15 ദിവസം കഴിഞ്ഞ് നമുക്ക് വരാമല്ലേ? അതെ. എന്നാ വരട്ടെ സാർ. ഓക്കെ, നൈസ് ബോയ്സ്. അപ്പോ പണം ഇതാരും പുതിയ താരം കണ്ടിട്ട് കുട്ടിത്തേവാങ്ങനെ പോലെ. ഹലോ, നീലാം സ്ട്രോങ്. കണ്ടിട്ടത്ര സ്ട്രോങ് അല്ല. അയ്യടാ, അവന്റെ രീതി കണ്ടില്ലേ? മരോട്ടിക്ക് എന്ന മങ്കിയോ പോലുണ്ട്. ഹലോ, നമ്മളിവിടെ പുതിയതായിട്ടാണല്ലേ? പുതിയതായിട്ട് ആരെങ്കിലും ഇവിടെ വന്നാലേ ഞങ്ങളെ വണങ്ങിയിട്ടേ പോവൂ. അതാ ആചാരം. കേട്ടോ, ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? ചേട്ടനോ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. കാഴ്ചയിൽ നിങ്ങളത്രയും പ്രായം തോന്നിക്കുമെങ്കിലും കുറഞ്ഞൊരു 2 വയസ്സിനെങ്കിലും എളുപ്പം കാണും. വിക്കനാണല്ലേ? എപ്പോഴും ഇല്ല, സംസാരിക്കുമ്പോഴേ ഉള്ളൂ. ഫസ്റ്റ് ഡി സിക്ക് ചേരാമെന്നായിരിക്കും. എനിക്ക് പ്രിൻസിപ്പലിന്റെ മുറി ഒന്ന് കാണിച്ചു തരാമോ? പ്രിൻസിപ്പാളിനെ കണ്ട് അനുഗ്രഹം വാങ്ങി ക്ലാസ്സിലോട്ട് കയറാനായിരിക്കും. ചെല്ല്. ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയാൽ 3ാമതൊരു മുറി കാണും. അത് കയറണ്ട, അടുത്ത മുറി കയറിയാൽ മതി. ദാ, പോകാൻ വരട്ടെ. പ്രിൻസിപ്പാളിനെ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നോക്ക്, പ്രിൻസിപ്പാൾ ആളത്ര ശരിയല്ല. എന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആള് ചെറിയൊരു പരിഹാസിയാ. ആരെന്ത് പറഞ്ഞാലും ആൾ അതുപോലെ അനുകരിച്ച് കളിയാക്കുന്നത് അദ്ദേഹത്തിനൊരു ഹോബിയാ. ഇപ്പൊ ചേട്ടന്റെ കാര്യം തന്നെ നോക്കിയേ. അല്പം മിക്കുള്ളത് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ദേ, പ്രിൻസിപ്പാളുമായി സംസാരിക്കുമ്പോ നോക്കിക്കോ, അദ്ദേഹം മനഃപൂർവ്വം നിങ്ങളെ കളിയാക്കും. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ ആ കളി ഇന്നോടെ ഞാൻ നിർത്തും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഇതിന് മുമ്പത്തെ കോളേജിലെ ഒരു അധ്യാപകന്റെ മൂക്കിൽ നിന്ന് ഒറ്റയിടിക്ക് ചോര വരുത്തിയവനാ ഈ സുന്ദരേശൻ. എന്നാ ചെല്ല്. സാർ, യെസ്. ആരാ? ഞാൻ സുന്ദരേശൻ. എന്താ കാര്യം? കാര്യമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് ഫലമുണ്ടെന്നും തോന്നുന്നില്ല. അതെന്താടോ? തുടക്കത്തിലെ അടിച്ചു പിരിയുന്ന ലക്ഷണമാ കണ്ടു. താൻ എന്താ പുരൂർക്കുന്നത്? തന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവന്മാരാണല്ലേ ആര്? ആ 5 മരമാക്രികള്. അതെ സാർ. അപ്പൊ എന്നെ മനഃപൂർവ്വം കളിയാക്കാനാണല്ലോ. ഞാൻ സർക്കാരിന്റെ വന്നിരിക്കുന്നേ. ഇതെന്താടോ? ആഹാ, പ്യൂണാണല്ലേ? യെസ് സാർ.
പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അതെ സാർ, അതെന്തിനായിരുന്നു? ഒരു അധ്യാപകന്റെ മൂക്കടിച്ച് തെറിപ്പിച്ചതിന്, എന്നെ വിക്കലെന്ന് വിളിച്ചതിന്. അപ്പൊ തന്റെ വിക്ക് ഒറിജിനലാണോ? അതെ സാർ, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. സാറിന്റെ വിക്കും ഒറിജിനലാണോ? കടന്നു പോണം. ഓക്കെ സാർ. ദൈവമേ, ഈ വിക്കനെ കൊണ്ട് ഞാൻ വലിയുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? അങ്ങനല്ലേ എന്റെ സ്വഭാവം. അതെന്താ? വേറെ കുഴപ്പമൊന്നുമില്ല, ഞാനൊരു സൗന്ദര്യ ആരാധകനാ. ആ, ഈ പ്രകൃതിയുടെയും കെട്ടിടത്തിന്റെയും പിന്നെ പെൺകുട്ടികളുടെയും. കൊച്ചു കള്ള. ആ, പിന്നെ നമ്മൾ ഇത്ര ആത്മബന്ധത്തിലായോണ്ട് പറയാ, എനിക്ക് ഉപകാരം എന്തു? അല്ല, ഞാനൊരു ട്യൂണാണെന്ന കാര്യം മറ്റാരും അറിയരുത്. അതെന്താ? അത് പിന്നെ ഈ പെൺകുട്ടികളിൽ ആർക്കെങ്കിലും ലൈൻ അടിക്കുന്നു തോന്നിയാ ഈ ക്ലാസ് ഉദ്യോഗം ഒരു തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ. അപ്പൊ കണ്ടറിഞ്ഞു തന്നെയാണ് പുറപ്പാടല്ലേ? അതാരാ? ഇതാണ് രതി ടീച്ചർ. ആകാശം ഇറങ്ങി വരുന്ന മഞ്ഞ പൂശിയ മാലാകയെ പോലുണ്ട്. അവർ പഠിപ്പിക്കാൻ വരുന്നതാ. അതേലോ, വെറുതെ അല്ല റിസൾട്ട് വരുമ്പോ ഈ കോളേജിന്റെ സ്ഥാനം പാതാളത്തോളം താഴോട്ട് പോകുന്നത്. എന്തോ ഹലോ, ഹവരി ജിത്തു.